ക്യാരറ്റും തേങ്ങാപ്പാലും വെച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതാ 1½ പീസ് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് 2 വിസിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിരകിയ തേങ്ങ അരമുറിയുണ്ട്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ക്യാരറ്റിലേക്ക് നമുക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് കലക്കി കൊടുക്കണമേ. അല്ലെങ്കിൽ ജാറിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് കലക്കി കൊടുത്തതിന് ശേഷം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഓട്ടയുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിറയെ ഹോൾസൊക്കെ വരും. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഓട്ടയുടെ ചട്ടിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്തുള്ള കുത്തപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ചേർത്ത പലഹാരം ഞാൻ ഇതെല്ലാം ചുട്ടെടുത്തേ. വളരെ സോഫ്റ്റും ആരോട് കൂടിയുള്ളതുമായ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇത് കട്ടിക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് കഴിക്കുക. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും ഒരു പലഹാരം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.